ശ്രീമന്നാരായണീയം ദശകം 8 നൈമിത്തിക പ്രളയവും നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും. ഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 9. ഓം നമോ ഭഗവതേ വാസുദേവായ. വിബുദ്ധ്യ ച ത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മദയാ നിജാന്തസ്ഥിതേഷു വിശ്വേശ ദദാത ദൃഷ്ടിം. ശ്ലോകം ഉപജാതി വൃത്തമാണ്. ഇനിയുള്ള ശ്ലോകങ്ങളെല്ലാം ഉപജാതി വൃത്തത്തിലാണ്. 8ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു കാലശക്തിയും ഭഗവാനിലേക്ക് ലയിച്ച് പ്രളയകാലം മുഴുവനും ഉറങ്ങി. ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് ഒരു ദാസിയെപ്പോലെ കാലം നേരത്തെ ഉണർന്ന് ഭഗവാനെ ഉണർത്തുന്നു. ഹേ ജലഗർഭശായി, അല്ലയോ ജലമധ്യത്തിൽ യോഗനിദ്രയിലാണ്ടിരിക്കുന്ന ലോകനാഥ, വിശ്വേശ ലോകനാഥ. ത്വം വിബുദ്ധ്യച്ച, നിന്തിരുവടി യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന് അഖിലാൻ ലോകാൻ, ജഗത്ത് മുഴുവനും തന്നിൽ പ്രലീനാൻ വിലോക്യ, തന്നിൽ വിലയം പ്രാപിച്ചതായി കണ്ട്. ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണർന്നു. കാലമാകുന്ന ശക്തി ഭഗവാനെ വിളിച്ചുണർത്തി. ഭഗവാൻ നോക്കുമ്പോൾ, യോഗനിദ്രയിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ പ്രപഞ്ചം മുഴുവനും തന്നിൽ ലയിച്ചതായിട്ട് കണ്ടു. വിലോക്യ കണ്ട്. സൂക്ഷ്മാത്മതയാ നിജാന്ത, സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിൽ സ്ഥിതേഷു ഇരിക്കുന്ന, ചെറിയ രൂപത്തിൽ, വളരെ ചെറിയ രൂപത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന തേഷു ഏവ, ആ വസ്തുക്കളിൽ തന്നെ, പ്രപഞ്ചത്തിലുള്ള സർവ വസ്തുക്കളും തൻ്റെ ഉള്ളിൽ സൂക്ഷ്മ രൂപത്തിലിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ആ വസ്തുക്കളിൽ തന്നെ ദൃഷ്ടിം ദദാത, ദൃഷ്ടി പതിപ്പിച്ചു. അതായത് ഭഗവാൻ അതിലേക്ക് നോക്കി. തൻ്റെ ഉള്ളിൽ ലയിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും സൂക്ഷ്മ രൂപത്തിലാണ് ഇരിക്കുന്നത്. ആ സൂക്ഷ്മ രൂപത്തിലിരിക്കുന്ന ഭഗവാന്റെ ഉള്ളിലിരിക്കുന്ന വസ്തുക്കളിലേക്ക് ഭഗവാൻ നോക്കി. ഇപ്പം ജലത്തിൻ്റെ മധ്യത്തിൽ ഉറങ്ങിക്കിടന്ന ഭഗവാൻ ഉണർന്നു നോക്കിയപ്പോൾ എല്ലാ ലോകങ്ങളും തന്നിൽ ലയിച്ചു കിടക്കുന്നതായിട്ട് കണ്ടു. പിന്നെ ചെറിയ രൂപത്തിൽ, വളരെ ചെറിയ രൂപത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ലോകങ്ങളെ മുഴുവനും ഭഗവാൻ ഒന്ന് നോക്കി. അത്രയുമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.